ശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പുകാലം 3-ാം ബുധനാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്രഗീതം. തുടക്കവാചകം: ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. തന്നെ ഭാഗ്യവതി എന്ന് ഈ ലോകം മുഴുവനും വാഴ്ത്തുമെന്ന് മറിയം തുടക്കവാചകത്തില് പറയുകയാണ്. മറിയം എങ്ങനെയാണ് ഭാഗ്യവതിയായി തീരുന്നത്? മറിയത്തിന് എന്തായിരുന്നു അവരുടെ ജീവിതത്തിൽ ഇത്രമാത്രം ഭാഗ്യമായിട്ട് അവൾ കരുതിയിരുന്നത്? ഭർത്താവിൽ നിന്നല്ലാതെ അവൾ ഗർഭിണിയാവുകയാണ്. നസ്രത്ത് പോലെയുള്ള ഒരു ചെറിയ പട്ടണത്തിൽ ഈ വാർത്ത പെട്ടെന്ന് പരന്ന് അവളെ ഒരു പക്ഷേ സകല മനുഷ്യരും കുറ്റപ്പെടുത്തിയേക്കാം. ഒരു സ്ത്രീയുടെ ഏറ്റവും സ്വകാര്യ നിമിഷമായ പ്രസവ സമയത്ത് പ്രസവിക്കാനായിട്ട് ഒരു ഇടം പോലും അവൾക്ക് ലഭിക്കുന്നില്ല. ഏറ്റവും ഒടുവില് ഈ പുത്രൻ അവൻ ഈ മറിയത്തിന്റെ മടിയിലേക്ക് ഇങ്ങനെ മരിച്ചു വീഴുകയാണ്. ഇത്രമാത്രം ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയ പരിശുദ്ധ മറിയത്തിന് എന്തായിരുന്നു ഭാഗ്യമായിട്ട് തീർന്നത്? പിന്നെ എങ്ങനെ അവളെ ഈ തലമുറ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും? സഭാപിതാക്കന്മാരുടെ ഒക്കെ ഭാഷ്യമനുസരിച്ച് തൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ ബലികടിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് ആമേൻ കൊടുത്തതിലൂടെ മറിയം ഭാഗ്യവതിയായിട്ട് മാറുകയാണ്. വിശുദ്ധ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.